വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പം ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പും അതുപോലെ തന്നെ കുറച്ച് ഒരു 2-3 ഹെയർ സ്റ്റൈൽസും ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒന്ന് റെഡി ആവുമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മോയ്സ്ചർ ക്രീമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് മോയ്സ്ചർ ക്രീം ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാണ്. മോയ്സ്ചർ ക്രീം ഫേസ് ഫുള്ള് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ്. നോസിലും എല്ലായിടത്തും തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ലിക്വിഡ് ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ലാക്മി പെർഫെക്റ്റ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ജസ്റ്റ് സ്പോട്ടായിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. അങ്ങനെ ഫേസ് ഫുള്ള് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തു. നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ നെറ്റിയിലും കവിളിലും കഴുത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തു. അങ്ങനെ ഫൗണ്ടേഷൻ നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നും ഇടാറുള്ളത് പോലെ തന്നെ പേൾ ക്രീമാണ്. പേൾ ക്രീം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും, ഗ്ലോവിന് വേണ്ടിയിട്ടും ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പേൾ ക്രീം യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേൾ ക്രീം എടുത്തിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള ആ രീതിക്കാണ്, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേൾ ക്രീം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നോസിലും എല്ലായിടത്തും കോണ്ടോറൊക്കെ ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യണം, കാരണം ഞാൻ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്തു, അതുകൊണ്ട് തന്നെ. അങ്ങനെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സമയമെടുത്ത് തന്നെ നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴ്വശം നമ്മൾ നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ റബ്ബ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മസാജ് ചെയ്യാൻ പാടുള്ളൂ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു വിരലൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ റിങ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതിയെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, റബ്ബ് ചെയ്യുക. ഇവിടെ വീഡിയോ കുറച്ച് ഞാൻ സ്പീഡ് ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. പതിയെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫൗണ്ടേഷനും കൂടി ഞാൻ കണ്ണിൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പേൾ ക്രീമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ണാണ് എഴുതാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഐലൈനർ ഒന്നും യൂസ് ചെയ്തില്ല. ഇന്ന് യൂസ് ചെയ്തത് ഹുദായുടെ ബ്യൂട്ടി ഐ പെന്നാണ്. അപ്പം ഐ പെന്ന് വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ വരച്ചു കൊടുക്കാമെന്ന് ഓർത്തു, കണ്ണ് എഴുതാമെന്ന് ഓർത്തു. അങ്ങനെ ഐ പെന്ന് യൂസ് ചെയ്തുകൊണ്ട് കണ്ണ് എഴുതുകയാണ്. നല്ല ഇൻസ്റ്റൻറ്റ് ബ്ലാക്ക് ആണ് ഇത്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്നെസ്സും തരും. നല്ലൊരു ഫിനിഷിങ് ലുക്കൊക്കെ നമുക്ക് കിട്ടും. നല്ലൊരു ഐ പെന്നാണ്. കണ്ണിൻ്റെ താഴെ മുകളിലും നല്ല തിക്കായിട്ട് തന്നെ ഇന്ന് കണ്ണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഫേസിൽ. സ്പോട്ടായിട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് ഫുള്ള് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ തന്നെ പൗഡർ ഫുള്ള് മുഖത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചു. നന്നായിട്ട് തന്നെ കുറച്ച് നേരം എടുത്ത് തന്നെ നമ്മൾ റബ്ബ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പൗഡർ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ കളർ ഐ സ്റ്റുഡിയോ ആണ് ഞാൻ ഇടുന്നത്. മേബിൾ ന്യൂയോർക്കിൻ്റെ ഒരു ഗ്രീൻ കളറ്. പിന്നെ ഓറഞ്ച് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ കണ്ണിൽ ഫുൾ ഇടുമ്പോൾ ആകെ കളർഫുള്ളായി ഒരു ഓവർ ലുക്കാവും. ജസ്റ്റ് മിഡിലിൽ ഈ ഗ്രീൻ വെച്ചിട്ട് സൈഡിൽ ഞാൻ ലിപ് ഗ്ലോസ് കൊണ്ട് തന്നെ ഒരു ഫിനിഷിങ് കൊടുക്കാമെന്നാണ് ഇന്ന് ഓർത്തിരിക്കുന്നത്. ലിപ് ഗ്ലോസ് ജസ്റ്റ് ഒരു പിങ്കിഷ് ആയിട്ടുള്ളൊരു കളറാണ് എടുക്കുന്നത്. പിങ്കും അല്ല, ഒരു പീച്ച് എന്ന് വേണേൽ പറയാം. ആ ഒരു കളറാണ് നമ്മൾ എടുക്കുന്നത്. കണ്ണിൻ്റെ മിഡിൽ ഭാഗത്ത് ഈ ഐ സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് അപ്പുറം ഇപ്പുറം ലിപ് ഗ്ലോസ് വെച്ചിട്ടൊന്ന് ഫൈൻ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്തു. കണ്ണിൻ്റെ അവിടെ നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ജസ്റ്റ് പിന്നെ പിരുകത്തും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നല്ല കറക്റ്റ് ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. ദെൻ ഞാനൊരു ലിപ് ബാം എടുത്തു. ഇത് മേബിൾ ന്യൂയോർക്കിൻ്റെ ബ്ലൂം എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു ലിപ് ഗ്ലോസ് ജസ്റ്റ് ഒന്ന് ലിപ്സിലിട്ടു ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട്. ഇതിന് നല്ലൊരു പിങ്കിഷ് കളറും കൂടെ കിട്ടും ഇട്ട് കഴിയുമ്പം. പിന്നെ ഞാൻ ലിപ് ഗ്ലോസ് ഇട്ടു. അതും ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പീച്ച് കളർ ലിപ് ഗ്ലോസ് ഇട്ടു. ഇത് നന്നായിട്ട് തന്നെ ലിപ്സിൽ ബ്ലെൻഡ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തു. പിന്നെ ബ്ലഷ് പോലെ ഒന്ന് ഞാൻ ഫേസിൽ ഫുള്ള് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് 2 കവിളിലും ബ്ലഷിൻ്റെ രീതിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ ലിപ് ഗ്ലോസ് വെച്ച് തന്നെ. പിന്നെ ഒരു ഗ്രീനിഷ് കളർ കുറച്ചുകൂടെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഐ സ്റ്റുഡിയോ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്തു കണ്ണിൻ്റെ മുകളിൽ. ആ കളറൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫൈനലായിട്ട്
അങ്ങനെ നമ്മുടെ മുഖത്തെ മേക്കപ്പൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലല്ലേ നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കുറച്ച് കമ്മലൊക്കെ കാണിക്കാം. ജസ്റ്റ് ഞാൻ കുറച്ച് കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. ആ എല്ലാ കമ്മലും ഇട്ടുള്ള ഒരു രീതിക്ക് കാണിക്കുന്നില്ല. അപ്പം വീഡിയോ കുറച്ചുകൂടെ ഒരുപാട് ലെങ്തി ആവും, ലാഗ് ആവും. അതുകൊണ്ട് മാക്സിമം ലെങ്തി ആക്കാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കമ്മലൊക്കെ എടുക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഗോൾഡൻ ഫിനിഷുള്ളൊരു കമ്മലാണ് ഇട്ടത് ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഹെവി ലുക്ക് കിട്ടും. പിന്നെ ഒരു ഓറഞ്ച് ദുപ്പട്ട ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ മേക്കപ്പ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഡ്രസ് കോഡും കൂടെ ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിക്ക് വേണമല്ലോ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാൻ. സോ ഞാനൊരു ഓറഞ്ച് ദുപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തയും പിന്നെ ഒരു ഗ്രീൻ കളർ ബോട്ടവും ആണ്. ദെൻ ഹെയർ സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്തപ്പം ഒന്ന് ഒതുക്കി കെട്ടിയ ആ ഒരു രീതിക്ക് തന്നെയാണ് ആദ്യത്തെ ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രീ ഹെയർ ഒക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുടി അഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീ ഹെയർ ആയിട്ട് നമുക്ക് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നും കൂടി ഒന്ന് നോക്കാം. ഈ ഒരു രീതിക്ക് കെട്ടി വെക്കാമെന്ന് ഓർത്തപ്പം അവിടെ ഇവിടെയൊക്കെ മുടി ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രീ ഹെയർ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാണ് ഫസ്റ്റ്. അപ്പം നമുക്ക് മെസ്സി ആയിട്ട് ഇങ്ങനെ ഇടാം. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം. ചിലർ ബാക്കിലേക്ക് മാത്രം മുടി ഇടും. അതെങ്ങനെയാണോ ഓരോരുത്തർ ഇഷ്ടാനുസരണം നമുക്ക് മുടി ഫ്രീ ഹെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഇടാൻ സാധിക്കും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഫ്രീ ഹെയർ ആയിട്ട് മുടി ഇതുപോലെ സെറ്റ് ചെയ്തു ഇങ്ങനെ. എന്നിട്ടൊരു ഗോൾഡൻ ആയിട്ടുള്ള കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ആ സ്വർണ്ണമാല ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കമ്മൽ പെട്ടെന്ന് എടുത്തിട്ടത്. അപ്പം ഇതിന് ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലും കൂടിയാണ്. എന്നാൽ നമുക്കൊരു നല്ലൊരു സിമ്പിളും ഒരു എലഗൻ ലുക്കും കിട്ടും ഈ ഒരു കമ്മലിടുമ്പം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഹെയർ സ്റ്റൈല് അങ്ങനെ കഴിഞ്ഞു. ഹെയർ സ്റ്റൈൽ മാറ്റുന്നില്ല, ഇനി കമ്മൽ മാത്രമേ ഉള്ളൂ മാറ്റുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു കമ്മലാണ് ഇടുന്നത്. ജസ്റ്റ് ഒരു മിററൊക്കെ മിഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ കമ്മലും കൂടെ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഈ കളർ കമ്മലൊക്കെ നമ്മൾ ഇടുമ്പോൾ നല്ലൊരു എടുത്ത് നമ്മൾ കാണിക്കും. അതായത് ഒരു നല്ലൊരു ലുക്ക് കിട്ടും. പിന്നെ ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും സിമ്പിളായിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് പോർഷൻസ് എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി ക്ലിപ്പ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാവരും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. തനി നാടനായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇടാം. രണ്ട് സൈഡിലേക്കും ഫ്രണ്ടിലേക്കും മുടി ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഇതാകുമ്പോൾ വളരെ സിമ്പിളുമാണ്, ഒരുപാട് ഓവറും അല്ല. പിന്നെ കുറച്ച് മുടി നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിടുകയും ചെയ്യാം. ഈ ഒരു ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കമ്മൽ ഏതാണെന്ന് ചൂസ് ചെയ്യാം. ഒന്നാമത് ആ ഒരു ചെറിയ ബോക്സിലെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ അടുത്തത് ഞാനൊരു മൾട്ടി കളറായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ എടുക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. റിംഗ് ടൈപ്പാണ്. ഇതും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എല്ലാ കളറും തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്മലിൻ്റെ ഗുണം ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ചിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഫുള്ളി മൾട്ടി കളർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്മൽ ഇടാണ് നെക്സ്റ്റ്. ഫ്രീ ഹെയർ ആയിട്ട് ഇടാം. വേണേ ഒരു ഹെയർ സ്റ്റൈലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബോബി പിന്ന് വെച്ച് പിൻ ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് നമുക്കൊരു ബോബി പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം മുടി, അല്ലെങ്കിൽ രണ്ട് സൈഡും എങ്ങനെയാണോ അത് നമ്മുടെ ഇഷ്ടാനുസരണം. അപ്പം രണ്ട് സൈഡായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരു സൈഡ് ഇതുപോലെ ആക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ഹെയർ സ്റ്റൈലായി. രണ്ട് സൈഡും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സൈഡ് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ കെട്ടുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു ലുക്കാണ്. പിന്നെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ അതുപോലെ ഇടാം, അല്ലെങ്കിൽ വൺ സൈഡായിട്ട് ഇങ്ങനെ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഇടാം. എങ്ങനെ കിട്ടിയാലും മുടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചാടി വരുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് ആ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പം ഇതൊരു ഹെയർ സ്റ്റൈലാണ്. ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് പല രീതിക്ക് മാറ്റിയും മറിച്ചൊക്കെ 2-3 ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു മാല നോക്കാം. ഒരു സിൽവർ കളറ് ചെയിനിലൊരു ലോക്കറ്റാണ് വരുന്നത്, ഒരു പെൻഡൻറ്റ്. അതൊരു കുറച്ച് മൾട്ടി കളറാണ്, ഗ്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇപ്പം ഞാൻ ഇടുന്നില്ല, ഓൾറെഡി എൻ്റെ കഴുത്തിലൊരു മാല ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ കമ്മലും വളരെ സ്റ്റഡായിട്ടുള്ളൊരു കുഞ്ഞു കമ്മലാണ്.
അപ്പം ഈ ഒരു കമ്മൽ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ലുക്കായിരിക്കും കിട്ടുന്നത്. ഭയങ്കര ചെറുതായിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു കമ്മലെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കമ്മലല്ലേ, റിങ് ആയതുകൊണ്ട്. അപ്പം എടുത്ത് കാണിക്കും. ഈ ഒരു കമ്മൽ ഇടുമ്പം ഭയങ്കര സിമ്പിളായിരിക്കും. ഭയങ്കര കുഞ്ഞി കമ്മലല്ലേ. ആ ഒരു കമ്മൽ ഞാൻ ഇടുകയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. നല്ല സ്റ്റഡാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈലായിട്ട് നോർമലി എല്ലാവരും ചൂസ് ചെയ്യുന്ന പിന്നിടുന്ന ആ ഒരു രീതിക്ക് നമുക്ക് ഇതുപോലെ 3 പോർഷൻസായിട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്വിസ്റ്റ് ചെയ്ത് പിന്നിടാൻ പറ്റും. അതാകുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്കും കൂടി കിട്ടും, ഒരു നാടൻ ലുക്ക് കിട്ടും. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. എന്നാൽ നല്ലൊരു ഭംഗിയും കിട്ടും. പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് വലിച്ചു മുറുക്കിയൊന്നും പിന്നുന്നില്ല. ജസ്റ്റ് അയച്ച് തന്നെയാണ്, ഒരു ലൂസായിട്ട് തന്നെ രീതിക്കാണ് പിന്നിടുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈലും കംപ്ലീറ്റ് ആയി. ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. ഇനിയൊരു റിങ്ങാണ്. ഇത് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തൊട്ട് എൻ്റെ കയ്യിലുള്ളൊരു റിങ്ങാണ്. ഓറഞ്ച് കളറാണ്. അപ്പം ഈ ഒരു മേക്കപ്പിന് മാച്ചിങ് ആവുന്ന രീതിക്ക് ഞാൻ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ മേക്കപ്പ് സെക്ഷനൊക്കെ കംപ്ലീറ്റ് ആയി. എനിവേ താങ്ക് യു.